ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന CBSEയിലെ 9th ഗ്രേഡിലെ ഗണിതപഞ്ചരി ടെക്സ്റ്റ് ബുക്കിലെ സെക്കൻഡ് ചാപ്റ്ററായ ഇൻട്രൊഡക്ഷൻ ടു ലീനിയർ പോളിനോമിയൽസിലെ ഫസ്റ്റ് പാർട്ടാണ്, ഇൻട്രൊഡക്ടറി പാർട്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ എന്താണെന്ന് പഠിച്ചു അല്ലേ. നമുക്കിവിടെ എക്സാമ്പിൾസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. 2x + 3 ഇതൊരു ഓൾജിബ്രൈക് എക്സ്പ്രഷനാണ്. അതിന് രണ്ട് ടേംസ് ഉണ്ട്. ഫസ്റ്റ് ടേം 2xും സെക്കൻഡ് ടേം 3യും. ഇവിടെ ലെറ്റർ നമ്പർ എക്സ് ആണല്ലോ. ഇനി 3y - 2 ഇതിലും രണ്ട് ടേംസ് ഉണ്ടല്ലോ. ഫസ്റ്റ് ടേം 3y, സെക്കൻഡ് ടേം -2. ഇവിടുത്തെ ലെറ്റർ നമ്പർ y. ഈ എക്സാമ്പിൾസ് എല്ലാം ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പോളിനോമിയൽസ് ആണ്. ഇതിനെയാണ് ലീനിയർ പോളിനോമിയൽസ് എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മൾ ലീനിയർ പോളിനോമിയൽസിനെ പറ്റി കൂടുതലായിട്ട് പഠിക്കുന്നുണ്ട്. ഇനി വേറെ കുറേ ലീനിയർ പോളിനോമിയൽസ് നമുക്ക് എടുക്കാം. 5x + 7, 2y + 9. ഇതൊരു ലീനിയർ പോളിനോമിയൽസ് ആണല്ലോ. ഇവിടെ ഫസ്റ്റ് എക്സാമ്പിളിൽ എക്സും സെക്കൻഡ് എക്സാമ്പിളിൽ വൈയും അല്ല ലെറ്റർ നമ്പേഴ്സ്. ഇനി ഈ ലെറ്റർ നമ്പർ എന്ന വാക്കിന് പകരം നമുക്കൊരു വേരിയബിൾസ് എന്ന വാക്ക് യൂസ് ചെയ്യാം. ആദ്യത്തെ എക്സാമ്പിളിൽ വേരിയബിൾ എക്സ്, സെക്കൻഡ് എക്സാമ്പിളിൽ വേരിയബിൾ വൈ. നമുക്ക് കുറച്ചുകൂടി ലീനിയർ പോളിനോമിയൽസ് എടുക്കാം. 5a - 7. ഇവിടെ വേരിയബിൾ എ, രണ്ട് ടേംസ് ഉണ്ട്. ഫസ്റ്റ് ടേം 5, സെക്കൻഡ് ടേം -7. ഇവിടെ കോഎഫിഷ്യൻറ്റ് ഓഫ് എ, അതായത് എയുടെ കൂടെ വന്ന നമ്പർ, അതായത് 5. കോഎഫിഷ്യൻറ്റ് ഓഫ് വൈ സെക്കൻഡ് എക്സാമ്പിളിൽ 2 ആണ്. ഫസ്റ്റ് എക്സാമ്പിളിൽ കോഎഫിഷ്യൻറ്റ് ഓഫ് എക്സ് 5 ആണ്. ഇനി കോൺസ്റ്റൻറ്റ് ടേം എന്താണെന്ന് നോക്കാം. ലാസ്റ്റ് എക്സാമ്പിളിൽ കോൺസ്റ്റൻറ്റ് ടേം -7, സെക്കൻഡ് എക്സാമ്പിളിൽ കോൺസ്റ്റൻറ്റ് ടേം 9, ഫസ്റ്റ് എക്സാമ്പിളിൽ കോൺസ്റ്റൻറ്റ് ടേം 7. ഇനി നമുക്ക് വേറെ ഓൾജിബ്രൈക് എക്സ്പ്രഷൻസ് എടുക്കാം. x² + 3x + 4. ഇതും പോളിനോമിയൽ ആണല്ലോ. വേരിയബിൾ എക്സ് ആണ്. 3 ടേംസ് ഉണ്ട്. ഫസ്റ്റ് ടേം x², സെക്കൻഡ് ടേം 3x, തേർഡ് ടേം 4. ഇവിടെ കോഎഫിഷ്യൻറ്റ് ഓഫ് x² 1 ആണ്. x² എന്ന് പറഞ്ഞാൽ എന്താ? 1x². അപ്പോൾ കോഎഫിഷ്യൻറ്റ് ഓഫ് x² 1. കോഎഫിഷ്യൻറ്റ് ഓഫ് എക്സിൻ്റെ കൂടെയുള്ള 3, കോൺസ്റ്റൻറ്റ് ടേം 4. പവർ ഓഫ് എക്സ് ഇൻ ഫസ്റ്റ് ടേം എന്താണ്? 2 ആണ് അല്ലേ. പവർ ഓഫ് എക്സ് ഇൻ സെക്കൻഡ് ടേമോ 1 ആണ്. ഇവിടെ ഹയസ്റ്റ് പവർ 2 ആണ്. അതിനെയാണ് നമ്മൾ ഡിഗ്രി ഓഫ് ദി പോളിനോമിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഡിഗ്രി = 2. അപ്പോൾ ഇങ്ങനെയുള്ള പോളിനോമിയൽസിനാണ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നത്. വേറെ എക്സാമ്പിൾസ് നോക്കാം. y² - 9. അവിടെയും ഡിഗ്രി 2 അല്ലേ. പക്ഷേ y ടേം മിസ്സിങ് ആണല്ലോ. അപ്പോൾ ഇതിനെ നമുക്ക് ഒന്ന് റീറൈറ്റ് ചെയ്ത് y² + 0y - 9 എഴുതാമല്ലോ. ഇവിടെ കോഎഫിഷ്യൻറ്റ് ഓഫ് y² 1 ആണ്. 1y² അല്ലേ. കോഎഫിഷ്യൻറ്റ് ഓഫ് y 0 ആണ്. കോൺസ്റ്റൻറ്റ് ടേം -9 ആണ്. ഇനി വേറെ എക്സാമ്പിൾസ് എടുക്കാം. x³ - 4x² + 3x + 2. ഇവിടെ 4 ടേംസ് ഉണ്ട് അല്ലേ. വേരിയബിൾ എക്സും ആണ്. ഫസ്റ്റ് ടേം x³ സെക്കൻഡ് ടേം -4x², തേർഡ് ടേം 3x, കോൺസ്റ്റൻറ്റ് ടേം 2. പവർ ഓഫ് എക്സ് ഇൻ ഫസ്റ്റ് ടേം 3 ആണ്. പവർ ഓഫ് എക്സ് ഇൻ സെക്കൻഡ് ടേം 2 ആണ്. പവർ ഓഫ് എക്സ് ഇൻ തേർഡ് ടേം 1 ആണ്. ഹയസ്റ്റ് പവർ നമ്മൾ നോക്കുമ്പം 3 ആണ് നമുക്ക് കിട്ടി. അതാണ് അതിൻ്റെ ഡിഗ്രി ഓഫ് ദി പോളിനോമിയൽ 3 എന്ന് കിട്ടി. ഇനി ഇങ്ങനെയുള്ള പോളിനോമിയൽസിനാണ് ക്യൂബിക് പോളിനോമിയൽസ് എന്ന് പറയുന്നത്. ഇവിടെ കോൺസ്റ്റൻറ്റ് ടേം 2 ആണല്ലോ. ഈ 2നെ 2നെ 2x⁻0 എന്ന് പറയാം. കാരണം x⁻0 എന്താണ്? 1 ആണ്. ഇനി 5y² + 5, അതിനെ 5y² + 5y⁻0 എന്ന് എഴുതാം. അപ്പോൾ 5 ഒറ്റയ്ക്ക് നിൽക്കുന്ന കോൺസ്റ്റൻറ്റ് ടേമിനെ 5y⁻0 എന്ന് എഴുതാം. അപ്പോൾ y⁻0യുടെ കോഎഫിഷ്യൻറ്റ് 5 ആണ്. മനസ്സിലായല്ലോ. ഇനി കോഎഫിഷ്യൻറ്റ് ഓഫ് x³ എന്താണ്? 1 ആണ്. കോഎഫിഷ്യൻറ്റ് ഓഫ് x² -4 ആണ്. കോഎഫിഷ്യൻറ്റ് ഓഫ് x 3 ആണ്. ഇനി നമുക്ക് പേജ് നമ്പർ 18 എക്സസൈസ് സെറ്റ് 2.1 ഡിസ്കസ് ചെയ്യാം. അവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡിഗ്രീസ് ഓഫ് ദി ഫോളോയിങ് പോളിനോമിയൽസ്. ഇവിടെ 4 പോളിനോമിയൽസ് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ പോളിനോമിയൽ 2x² - 5x + 3. ഇവിടെ വേരിയബിൾ എക്സ് ആണല്ലോ. പവർ ഓഫ് ദി വേരിയബിൾ ഇൻ ഫസ്റ്റ് ടേം എത്രയാണ്? 2. പവർ ഓഫ് ദി വേരിയബിൾ ഇൻ സെക്കൻഡ് ടേം 1 അല്ലേ. തേർഡ് ടേം 0. അപ്പോൾ ഹയസ്റ്റ് പവറാണ് ഡിഗ്രി. അപ്പോൾ ഡിഗ്രി = 2.
ഇനി സെക്കൻഡ് പോളിനോമിയൽ വൈ ക്യൂബ് പ്ലസ് 2y മൈനസ് 1. വൈ സ്ക്വയർ ടേം ഇവിടെ വന്നിട്ടില്ല, അപ്പോൾ നമുക്ക് വേണേൽ റീറൈറ്റ് ചെയ്ത് എഴുതാം. എന്താണേലും ഹയസ്റ്റ് പവർ മതി നമുക്ക്. അപ്പോൾ ഹയസ്റ്റ് പവർ 3 ആണ്, ഡിഗ്രി 3. ഇനി മൂന്നാമത്തെ എക്സാമ്പിൾ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ -9. -9നെ -9 എക്സ് റൈസ് ടു 0 എന്ന് എഴുതാം. അപ്പോൾ ഡിഗ്രി 0 ആണ് അല്ലേ. ഇനി 4z -3, അതൊരു ലീനിയർ പോളിനോമിയൽ ആണല്ലോ, അപ്പോൾ ഡിഗ്രി 1 അല്ലേ. ഇവിടെ ലീനിയർ പോളിനോമിയൽ എന്ന് പറയാൻ നമുക്ക് റൈസ് ടു 1 ഇടുകയല്ല, z എന്ന് പറയുമ്പോൾ z റൈസ് ടു 1 ആണ്, അത് മനസ്സിലാക്കി വെക്കാം. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. റൈറ്റ് പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി 1, 2 ആൻഡ് 3. ഇപ്പോൾ ഡിഗ്രി 1 ആദ്യം നമുക്ക് നോക്കാം. x + 2 അല്ലേ, ഡിഗ്രി 1 അല്ലേ, ലീനിയർ പോളിനോമിയൽ അല്ലേ. a - 3 y + 5, അല്ലെങ്കിൽ സിംപ്ലി b എന്ന് എഴുതാം. ഇതൊക്കെ ഡിഗ്രി 1 ആയിട്ടുള്ള പോളിനോമിയൽസിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഇനി ഡിഗ്രി 2 നോക്കാം. x² is a polynomial of degree 2 ആണ്. 3x² + 5 is a polynomial of degree 2. 2y² + y + 5 is a polynomial of degree 2. നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാക്കാം. ഇനി ഡിഗ്രി 3 നോക്കാം. 3x³ ഒരു എക്സാമ്പിൾ ആണ്. 2x³ + 9, ഇവിടെ എക്സിൻ്റെ പവർ 3 ആണ്. ഇനി വേറെ എക്സാമ്പിൾ y³ + y² + y + 7, ഹയസ്റ്റ് പവർ 3 അല്ലേ. ഇതെല്ലാം ഡിഗ്രി 3 വരുന്ന പോളിനോമിയൽസിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ കോഎഫിഷ്യൻസ് ഓഫ് x² ആൻഡ് x³ ഇൻ ദ പോളിനോമിയൽ x⁴ - 3x³ + 6x² - 2x + 7. ഇവിടെ കോഎഫിഷ്യൻ്റ് ഓഫ് x² ആണ് നമുക്ക് വേണ്ട അല്ലേ. അപ്പോൾ x² ടേം എന്താണ്? 6x². അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് x² എന്താണ്? 6. ഇനി x³ കോഎഫിഷ്യൻറ്റും വേണമല്ലോ. അവിടെ x³ ടേം എന്ന് പറയുന്നത് -3x³ ആണ്. അപ്പോൾ കോഎഫിഷ്യൻറ്റ് -3. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ ചെയ്യാം. വാട്ട് ഈസ് ദ കോഎഫിഷ്യൻറ്റ് ഓഫ് z ഇൻ ദ പോളിനോമിയൽ 4z³ + 5z² - 11. ഇവിടെ കോഎഫിഷ്യൻറ്റ് ഓഫ് z ആണ് കാണേണ്ടത്, പക്ഷേ z ടേം മിസ്സിംഗ് ആണ്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് റീറൈറ്റ് ചെയ്ത് എഴുതാം. 4z³ + 5z² + 0z - 11. അപ്പോൾ കോഎഫിഷ്യൻറ്റ് ഓഫ് z എന്താ വരും? 0 വരും. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. വാട്ട്സ് എ കോൺസ്റ്റൻറ്റ് ടേം ഓഫ് ദ പോളിനോമിയൽ 9x³ + 5x² - 8x - 10. ഇവിടെ കോൺസ്റ്റൻറ്റ് ടേം എന്ന് പറയുന്ന ലാസ്റ്റ് x ഇല്ലാത്ത ടേം, അതായത് -10.